ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു കുട്ടി നവരാത്രി ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ? വലുതായിട്ടൊന്നുമില്ല, ചെറുതായിട്ട് മിനിമൽ മേക്കപ്പ് പ്രോഡക്ട്സ് വെച്ച് എങ്ങനെ നല്ല അടിപൊളിയായിട്ട് ലുക്ക് സെറ്റ് ആക്കാം നമുക്ക് നോക്കാം. ഇവിടെ ഭയങ്കര നോയ്സ് കാണും, ഫാൻ ഓഫ് ചെയ്ത് പിടിക്കാൻ ഭയങ്കര പാടാ. സോ അങ്ങനെ ഞാൻ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ആദ്യം നോക്കാം, എന്തെങ്കിലും കൺസീൽ ചെയ്യാനുണ്ടെങ്കിൽ കൺസീൽ ചെയ്യാം. സോ ഞാൻ സ്പെക്സ് വെച്ചിട്ടില്ല, സോ എനിക്ക് ക്യാമറ നോക്കി ഇത് ചെയ്യാൻ പാടാ. സോ ഞാൻ കുട്ടി കണ്ണാടി എടുത്തിട്ടുണ്ട്. അപ്പൊ കൺസീൽ ചെയ്യേണ്ട സ്ഥലത്ത് കൺസീൽ ചെയ്യും. ഞാൻ ഒരു ഓറഞ്ച് കറക്റ്റർ വെച്ചിട്ട് ഈ പാടുള്ളിടത്തൊക്കെ ഒന്ന് ഒരു കുത്ത പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കേൾക്കാമോന്ന് എനിക്ക് അറിയില്ല സൗണ്ട്. ഇവിടെ റോഡ് സൈഡും കൂടെയാ, നോക്കാം. ഇല്ലെങ്കിൽ ഞാൻ ലാസ്റ്റ് വോയിസ് ഓവർ പോലെ എന്തെങ്കിലും കൊടുക്കാം. കുറെ അല്ലേ വീഡിയോ ചെയ്തിട്ട്. അങ്ങനെ ബ്ലെൻഡർ ഇട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് നമുക്ക് കൊടുക്കാം. ആദ്യം ഇത് ബ്ലെൻഡ് ചെയ്ത് ഒന്ന് സെറ്റ് ആക്കിയിട്ട് അടുത്ത കറക്റ്റർ ഇടാം. ഡാർക്ക് സർക്കിൾ ഉണ്ട്, ഞാൻ മറക്കുന്നില്ല. അത് ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കും. ഒരുപാടില്ല, കുറച്ചേ ഉള്ളൂ. ഇനി ഈ ഒരു കറക്റ്റർ വെച്ചിട്ട് ഞാൻ ആ ഡോട്ട് ഇട്ടെടുത്ത് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഓറഞ്ച് നിറമായിട്ടിരിക്കും. ഞാൻ ഇങ്ങനെ വേണം നമ്മളുടെ സ്കിൻ ടോൺ അനുസരിച്ച് കറക്റ്റ് ചെയ്യാം. ഇതൊരു അത്യാവശ്യം നല്ലൊരു പാലറ്റ് ആണ്. കൺസീൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ അത്യാവശ്യം കൺസീൽ ആയിപ്പോ. കണ്ണാടി വയ്ക്കാൻ നമുക്ക് കാണാൻ പറ്റില്ല, അതാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ജസ്റ്റ് ലെൻസ് വയ്ക്കാൻ മടി, അതുകൊണ്ട് പിന്നെ ഞാൻ വെച്ചില്ല. ഇത് ഇവിടെയും കൂടെ കൺസീൽ ചെയ്യാം അല്ലേ. എത്ര പേര് ഇത് കാണുമെന്നൊന്നും എനിക്ക് അറിയില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫോളോ ആക്കുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ ഞാൻ ഇടാൻ ശ്രമിക്കാം. ആദ്യമേ നല്ലതൊന്നും പറയാൻ പറ്റില്ല, നിങ്ങൾ വേണം തീരുമാനിക്കാൻ. ഇപ്പോ ബ്ലെൻഡറിന് വരെ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഓറഞ്ച് ഇട്ട് ലൈറ്റ് ആയിട്ടൊന്ന് അണ്ടർ ഐ അങ്ങനെ ചെയ്തിട്ടുണ്ട്. നേരത്തെ കാണിച്ച അതേ കറക്റ്റർ ഉപയോഗിച്ചിട്ട് വീണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുക്കാം. എന്തിനാ വാ തുറക്കണേന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ ഞാൻ ഒന്നും ചെയ്യില്ല കേട്ടോ. ഇങ്ങനെ പോലെ എന്തെങ്കിലും ലുക്ക് നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിലോ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻസ് വരുമ്പോ ഞാൻ ഇതുപോലെ ചെയ്യും. അല്ലെങ്കിൽ ഒരു ലിപ്സ്റ്റിക്ക് വിട്ട് കണ്ണു അങ്ങ് എഴുതി, ചിലപ്പോ കണ്ണും എഴുതത്തില്ല. കണ്ണും എഴുതാതെ അങ്ങ് ഒരു ഒറ്റ ഓട്ടം. ഞാൻ വീണ്ടും വാ തുറക്കും. ഇതൊരു നല്ല ബ്ലെൻഡർ ആട്ടോ. എനിക്ക് ഫ്രീ ബേ ആയിട്ട് കിട്ടിയതാ. ഏതെന്ന് വാങ്ങിച്ചപ്പോ എന്തോ ഓർമ്മയില്ല, എന്തിനോ കിട്ടിയ. പക്ഷെ ഭയങ്കര ക്യൂട്ടാ, കണ്ടോ. കോമ്പാക്റ്റ് ഒന്നും ഇടുന്നില്ല, നേരെ ഐ മേക്കപ്പിലേക്ക് പോവാ. ഞാൻ കരുതി കുറച്ച് ഗ്ലിറ്ററി ടൈപ്പ് അങ്ങനെ കൊടുക്കാമെന്ന്. കാര്യം നവരാത്രിയിൽ ഇരിക്കട്ടെ. ഞാൻ ഉപയോഗിക്കുന്ന മാസിന്റെ ഈ ഒരു പാലറ്റ് ആണ്. അപ്പൊ ഇതും ഞാൻ എന്റെ ഉമ്പിടി കണ്ണാടി വെച്ചിട്ടായിരിക്കും ഇടാൻ പോകുന്നത്. കാണാൻ പറ്റില്ല ഗൈസ്, അതുകൊണ്ട് ആദ്യം ഒരു ന്യൂഡ് പിങ്ക് ഷെയ്ഡ് വെച്ചിട്ട് ഞാൻ ഇട്ട് കൊടുക്കാം. ഐ ഷാഡോ ഒക്കെ ഇടുമ്പോ ബ്ലെൻഡിങ്ങിലാണ് നമ്മുടെ കല ഇരിക്കുന്നത്, കല. സോ നല്ലപോലെ ബ്ലെൻഡ് ചെയ്താലേ അതങ്ങ് നന്നായിട്ട് ഇരിക്കത്തുള്ളൂ. നല്ലപോലെ ബ്ലെൻഡ് ആക്കിയില്ലെങ്കിലേ അവിടെ ഇവിടെ പറ്റി പിടിച്ചിരിക്കുന്ന പോലെ ഒരുമാതിരി ആർട്ടിഫിഷ്യൽ ലുക്ക് തോന്നും. അതുകൊണ്ട് നമ്മള് ചെയ്യുമ്പോ നല്ല വെടുപ്പായിട്ട് ചെയ്യാം. ഇനി ഞാൻ ഒരു ബ്രൗൺ ലുക്ക് എടുക്കുവാണ്.
ചെറുതായിട്ട് കണ്ണിന്റെ അടിയിലും ബ്രൗൺ വെച്ച് തന്നെ ഇച്ചിരി ഒന്നിങ്ങനെ ഷാഡോ ചെയ്ത് കൊടുക്കാം. ഇനി ഈ പിങ്ക് ഗ്ലിറ്റർ ഞാൻ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം, ജസ്റ്റ് കുറച്ചൊന്ന്. അപ്പൊ അതൊന്ന് തിളങ്ങി നിൽക്കും. അപ്പൊ ആ ലുക്കിന് ഇവിടെ നടുക്കായിട്ട് ഇങ്ങനെ കുറച്ച്, ഞാൻ പ്രോ ഒന്നുമല്ല, എനിക്ക് അറിയാന്നുള്ള രീതിക്ക് ഞാൻ ഇടുന്നു. ഇവിടെ നടുക്ക് കുറച്ച് ഹൈലൈറ്റ് നിൽക്കുന്ന രീതിക്ക് ഇതിപ്പോ ഇങ്ങനെ ഉണ്ടാവുക, നല്ല ബ്രൗൺ ഷിമ്മറി ടൈപ്പ് ആയിട്ടിരിക്കും. ഇനി നമുക്ക് കാജൽ എഴുതി കൊടുക്കാം. ഓക്കെ, അപ്പൊ കാജൽ എഴുതാം. ഞാൻ പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാതെ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഇതിലെ ഫ്ലോയിൽ അങ്ങ് ഞാൻ വിട്ടു. ഞാനിവിടെ ബ്രൗൺ കാജൽ എടുത്തേക്കുന്നത്. ഞാൻ ഒരു ബ്ലാക്ക് ഫാൻ അല്ല, ബ്ലാക്ക് യൂസ് ആക്കും, ബട്ട് അത്ര ഇഷ്ടമല്ല. ഇതേപോലെ ഇപ്പുറത്തും ചെയ്യും. അതേപോലെ തന്നെ ഞാൻ താഴെ എഴുതി കൊടുക്കുന്നുണ്ട്. ഇതാകുമ്പോ ഈ ബ്രൗൺ കാജൽ ഉപയോഗിക്കുമ്പോ എഴുതിയെന്നും തോന്നും, എഴുതിയില്ലാന്നും തോന്നും. അങ്ങനത്തെ ഒരു ലുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഇത് സ്റ്റുഡിയോന്ന് മേടിച്ചതാ. ഇതുപോലത്തെ കാജൽസ് യൂസ് ആക്കി നോക്കാം. ഇതുപോലത്തെ ഇതേ ഷെയ്ഡാണ് ഞാൻ കാണിച്ചത്. ഈ ഒരു ഷെയ്ഡാ വരുന്നത്. ഇപ്പൊ ബ്ലാക്ക് ഇഷ്ടപ്പെടാത്തവർക്കൊക്കെ ആണെങ്കിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഇത് നന്നായിരിക്കും. എനിക്ക് അങ്ങനെ ഇപ്പൊ പണ്ട് ഞാൻ കാജൽ പേഴ്സൺ ആയിരുന്നു, പക്ഷെ ഇപ്പൊ എന്തോ ഇങ്ങനെ എഴുതിയെന്ന് എനിക്ക് കാണിക്കണം എന്നില്ല, എഴുതേക്കണം. ഇവിടെ ബ്ലെൻഡ് ചെയ്തില്ലേ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഐബ്രോ ഫിൽ ചെയ്ത് കൊടുക്കാം. ഐബ്രോ പെൻസിലിന്റെ ഒക്കെ ലിങ്ക് ഞാൻ ഇട്ടേക്കാമേ. ലിങ്ക് ആയിട്ട് ഇടാൻ പറ്റിയില്ലേലും ഞാൻ പ്രോഡക്റ്റ് ആയിട്ടെങ്കിലും നെയിം കൊടുത്തേക്കാം. ഗ്യാപ്പ് ഉള്ളിടത്തൊക്കെ ഇങ്ങനെ ഫില്ല് ചെയ്ത് ഒരുപാട് ഞാൻ ആക്കില്ല, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൊടുക്കും. ഇവിടെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു, അങ്ങനെ ഞാനൊരു ഗ്യാപ്പ് ഫില്ല് ചെയ്യും. ഇവിടെ ഞാൻ പോർഷൻ ഞാൻ അധികം ഫില്ല് ചെയ്യാറില്ല, പക്ഷെ ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് ഒരു വര വരച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കും. കണ്ടേ, ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് ഇങ്ങോട്ടാക്കാം. അപ്പൊ എനിക്കിവിടെ ഇച്ചിരി ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ ആക്കുമ്പോ അത് കണ്ടോ ഒരു നീട്ടം തോന്നിപ്പിക്കും. ഇങ്ങനെയല്ലേ ഉദ്ദേശിച്ചതൊക്കെ. ഇപ്പൊ ശരിയായില്ലേ? ഒരുപാട് ഇങ്ങനെ കട്ടിക്ക് എടുത്ത പുരുഷൂനെ പോലെ ഇരിക്കും. അപ്പൊ ഉള്ളത് വെച്ചിട്ട് ഇങ്ങനെ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് എന്റെ സ്പൂൾ ഇതാ കാണാനില്ല, കറക്റ്റ് സമയം എല്ലാം കാണാതെ പോകും. അപ്പൊ ഇങ്ങനെ ഇതിട്ട് തന്നെ നമ്മൾ വിരലിട്ട് തന്നെ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പൊ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടും. ഇനി എന്റെ മോസ്റ്റ് ഫേവറേറ്റ് പാർട്ട്, ബ്ലഷ്. ഇത് ഹില്ലാരി റോഡയുടെ ഒരു ബ്ലഷാണ്. ഞാൻ ബ്ലഷ് ഇങ്ങനെ വലിച്ചു വാരി ഇടുന്ന ഒരാളെ, എനിക്ക് ജോക്കർ പോലെ ഇരുന്നാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ഇടുമ്പോ മിനിമലായിട്ട് ഇടുക. ഇങ്ങനെയാണ് ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതോ. ഇതാദ്യം ഒന്ന് ഏതൊരു ഫ്രണ്ട് അപ്പൊ കൈ കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്യാം. നോക്കണേ, ബ്ലെൻഡ് ചെയ്ത് വരുമ്പോ ഇപ്പൊ നല്ല ജോക്കർ പോലെ ഇരിക്കും, പക്ഷെ നല്ല ബ്ലെൻഡ് ചെയ്ത് വരുമ്പോ ഇങ്ങനെ വേണം ബ്ലെൻഡ് ചെയ്യാൻ. ഞാൻ പറഞ്ഞില്ലേ, ഇച്ചിരി കൂടുതൽ ഇടുന്ന ആളാ. ഓക്കെ, ഇനി നമുക്ക് ലിപ് ലൈൻ ചെയ്ത് കൊടുക്കാം.
മാർസിന്റെ ലിപ് ലൈനർ ആണ്. നന്നായിട്ട് പോകും. ഇത് ഷാർപ്പൺ ചെയ്യാത്തോണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത്. നല്ല ഷെയ്ഡ്. വേണമെങ്കിൽ ഇത് മാത്രമായിട്ട് ഫില്ല് ചെയ്ത് ഇടാൻ പറ്റും. പക്ഷെ ഇന്ന് ഞാൻ ലൈനറായിട്ട് മാത്രം യൂസ് ചെയ്യുന്നത്. ലൈനർ ഇട്ടപ്പോ ആ ഡിഫറൻസ് കണ്ടോ? നമ്മുടെ ലിപ്സിന് ഒരു ഔട്ട്ലൈൻ കൊടുക്കും. അപ്പൊ അതിനാണ് ലൈനർ യൂസ് ചെയ്യണം. എന്റേത് കുഞ്ഞ് ലിപ്സ് ആയതുകൊണ്ട് ഇതും കൂടെ യൂസ് ചെയ്യണമെങ്കിൽ ഒരു ഫുൾ ലിപ്സ് ആയിട്ട് കാണാൻ പറ്റും. ഇനി ലിപ്സ്റ്റിക് ആണ് ഇടാൻ പോകുന്നത്. ഇത് മാമ എർത്തിന്റെ. ഇപ്പൊ ഇതിന്റെ പാക്കേജിംഗ് ഒക്കെ മാറിയത് ഞാൻ ഓൾമോസ്റ്റ് കുറച്ച് നാളായി ഞാൻ ഉപയോഗിച്ചുകൂടാ. എക്സ്പയറി കഴിഞ്ഞിട്ട്. ഇത് എക്സ്പയറി കഴിഞ്ഞോന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ കഴിഞ്ഞാലും ഞാൻ ഉപയോഗിക്കും. കാര്യം എനിക്ക് അത്ര ഇഷ്ടം. ഓക്കെ, ആത്മാവിനെ ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. ഇളകിയൊക്കെ പോയി. എന്ത് കണ്ട ഞാൻ ഇത്ര ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണ്. മാമ എർത്തിന്റെ പൊതുവെ എനിക്ക് അവരുടെ സ്കിൻ കെയർ പ്രോഡക്ട്സോ അങ്ങനെ ഹെയർ കെയർ റേഞ്ച് ഒന്നും എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ എനിക്ക് അവരുടെ ലിപ്സ്റ്റിക്ക് ഭയങ്കര അടിപൊളിയാണ്. ഓക്കെ, ഓൾമോസ്റ്റ് ഡണ്ണാണ്. ഇനി മുടി ഞാൻ ഹെയർ സ്റ്റൈലിന്റെ വലിയ ആളല്ല ഞാൻ. ബട്ട് ഓപ്പൺ ഹെയർ ഇഷ്ടമാണ്. പക്ഷെ എന്റെ സായിബാബയുടെ പോലത്തെ മുടിയായുണ്ട്. അത് ഞാൻ എന്തെങ്കിലും വെച്ച് സെറ്റ് ആക്കണം. നോക്കട്ടെ. സ്ട്രെയിറ്റൻ ചെയ്തിട്ടാലും എന്റെ ഈ മുടി ഇരിക്കത്തില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ സ്ട്രെയിറ്റൻ ചെയ്യുന്നില്ല. ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ മുടി എടുത്തിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത്, ചെറിയൊരു ട്വിസ്റ്റ്, ഒരുപാട് ട്വിസ്റ്റ് അല്ല, ഒരുപാട് ട്വിസ്റ്റ് ചെയ്ത് എനിക്ക് ചെയ്യത്തില്ല. ഇങ്ങനെ കുറച്ചാക്കി സെയിം ഇതുപോലെ ഇവിടെ നിന്ന് എടുത്തിട്ട് മെസ്സി ടൈപ്പായിട്ട് ഉദ്ദേശിക്കാം. ചെറിയൊരു ട്വിസ്റ്റ് മതി. ഒരുപാട് ട്വിസ്റ്റ് ചെയ്താൽ അതങ്ങ് കണ്ടോ ഇപ്പൊ തന്നെ ഒട്ടി പോകുന്നുണ്ട്. ഒട്ടാതെ ഇതുപോലത്തെ ഒരു ക്ലോക്ക് ഇപ്പൊ ഒക്കെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ലൂസാക്കി ഇങ്ങനെ വെച്ചു വെക്കും. ഇത് ക്യാമറ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടെ. ഓക്കെ, കമ്മൽ ഇവിടെ മാറ്റുന്നുണ്ട്. എല്ലാം ചെയ്തു. പക്ഷെ ഒരു കാര്യം മാത്രം ചെയ്തില്ല. ആലോചിക്കുക എന്താണ് തോട്ടില്ല. പൊട്ടിത്തോണ്ടുകയെല്ലാം നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യാൻ പോകുന്നത്. നവരാത്രി ലിറ്റായോണ്ട് നമുക്ക് തട്ടിക്കൂട്ടൽ എന്തെങ്കിലും ചെയ്യാം. സക്സസ് ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നല്ല നോക്കാം. ഈ ഒരു കമ്മലിട്ടാണ് ഞാൻ പെയർ ചെയ്തേക്കുന്നത്. പൊട്ട് പിന്നെ ഞാൻ മറന്നു പോകുന്ന പോലെ മസ്കാര മറന്നുപോയി. എല്ലാം മറന്നു പോകുന്നത് എന്താ? വീഡിയോ എടുക്കുമ്പോ അങ്ങനെ എല്ലാം മറന്നു. മസ്കാര വെച്ച് കൂടുതൽ ഇരിക്കട്ടെ. ഡിഫറൻസ് വേണ്ട. അതുപോലെ ഇപ്പത്തും കൂടെ ചെയ്തു. നമുക്ക് മറന്നുപോയ സ്റ്റെപ്പിലേക്ക് വരാം. ഐലൈനർ ഇട്ടിട്ട് ഒരു പൊട്ട് തൊടാം. എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നാണ് എനിക്ക് കൺഫ്യൂഷൻ. എന്തായാലും നോക്കാം. ഞാൻ വിചാരിക്കുന്നു 2 V വരച്ചിട്ട് മേലും താഴെ ഒരു കുത്തിടാണ്. കൊളാവൂന്ന് എനിക്ക് അറിഞ്ഞൂടാ. കൊളായ
താഴെ മേലെ ഒരു കുഞ്ഞി കുത്ത്. കണ്ടോ, ഇങ്ങനെ വി വരച്ചിട്ട് 2 കുത്ത് അങ്ങോട്ട് മേലെയും താഴെ ഇടാന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അതിങ്ങനെ എന്തായാലും കുഴപ്പമില്ലല്ലോ, കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കോമെന്റ് ചെയ്യുക. പിന്നെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വരാം.